ഖുർആൻ ആസ്വാദനം 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 22-ാമത്തെ ആയത്ത്. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. നിങ്ങൾക്കായി ഭൂമിയെ വിരിപ്പും മാനത്തെ മേൽക്കൂരയുമാക്കുകയും ആകാശത്തു നിന്ന് മഴയിറക്കി അതുമൂലം നിങ്ങൾക്ക് കഴിക്കാനുള്ള കായ്കനികൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തവൻ. അതിനാൽ നിങ്ങൾ അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്, നിങ്ങൾ അറിയാവുന്നവരായിരിക്കെ. الذي جعل لكم الأرض فراشا والسماء ഫിറാഷൻ വ എന്നത് ഫിറാഷവ അനൂനിനെ ഫിറാഷൻ എന്ന നൂനിനെ ഫിറാഷവ എന്നാക്കി വാവുലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. അവിടെ നിർബന്ധമായിട്ടും നമ്മൾ നീട്ടണം 4-5 ഹർക്കത്തിൻ്റെ അളവിൽ. അവിടെയും നിർബന്ധമായിട്ടും 4-5 ഹർക്കത്തിൻ്റെ അളവിൽ നീട്ടാം. അവിടെ ആ വാവിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചു കൊണ്ടുപോകുക. ഇഖ്ഫാ ചെയ്ത് മറച്ച് പിടിച്ച് നൂനിനെ മണിച്ചുകൊണ്ട് ഓതുക. ആ 2 സ്ഥലത്തും സമാ എന്ന് പറയുമ്പോഴും മാ എന്ന് പറയുമ്പോഴും നിർബന്ധമായും 4-5 ഹർക്കത്തിൻ്റെ അളവിൽ നീട്ടിക്കൊണ്ടുപോകുക. ഫഅഖ്റജ മാഅൻ എന്ന് പറയാതെ എന്ന് മറച്ചു പിടിച്ച് മണിച്ചു കൊണ്ടുപോകുക. മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, റിസ്ഖൻ ലക്കും എന്നത് റിസ്ഖൻ ലക്കും എന്ന ലാമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് മണിക്കാതെ റിസ്ഖല്ല എന്ന് പറയേണ്ട, റിസ്ഖൻ ലക്കും എന്നാണ് ഓതേണ്ടത്. ഫലാ തജഅലൂ ലില്ലാഹി അൻദാദ അവിടെ നൂനിനെ മറച്ചു പിടിച്ച് മണിച്ച് ഇഖ്ഫാ ചെയ്തുകൊണ്ടുപോകുക. വാവിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് മണിച്ച് കൊണ്ടുപോകുക. അവിടെയും നൂനിനെ മറച്ച് ഇഖ്ഫാ ചെയ്ത് മണിച്ചുകൊണ്ട് ഓതുക. ഭൂമി, നിലം, നാട്, പ്രദേശം, മണ്ണ്, സ്ഥലം, മേഖല, ഇടം എന്നീ അർത്ഥങ്ങളിലെല്ലാം പ്രയോഗിക്കപ്പെടുന്ന പദമാണ് അർള്. സ്രഷ്ടാവായ നാഥൻ മനുഷ്യർക്ക് നൽകിയ ഭൗതികമായ അനുഗ്രഹങ്ങളിൽ ഒന്നാമത്തേതായി ഖുർആൻ പറയുന്നത് ഭൂമിയെ വിരിപ്പാക്കി എന്നാണ്. ഫിറാഷ് എന്ന പദത്തെയാണ് വിരിപ്പെന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഫറഷ എന്ന ക്രിയയുടെ അർത്ഥം വിരിക്കുക, വിധാനിക്കുക എന്നിങ്ങനെയാണ്. ഫറഷ അക്ഷരത്രയത്തിൽ നിന്നുള്ള പദങ്ങൾ 6 തവണ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഭൂമിയുമായി ബന്ധപ്പെട്ട് നാം വിധാനിച്ചുവെന്ന അർത്ഥത്തിൽ ഫറഷ്ന എന്നു 51-ാം അധ്യായത്തിൽ 48-ാം വാചകത്തിലും വിരിപ്പ് എന്ന അർത്ഥത്തിൽ ഫിറാഷ് എന്നുമാണ് പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത്. സ്വർഗത്തിൽ വിധാനിക്കപ്പെടുന്ന മെത്ത എന്ന അർത്ഥത്തിൽ ഫുറൂഷ് എന്ന് 2 തവണ ഖുർആനിലുണ്ട്. 55-ാം അധ്യായത്തിലെ 54-ാം സൂക്തവും 56-ാം അധ്യായത്തിലെ 34-ാം സൂക്തവും. ജഅല ലക്കുമുൽ അർള ഫിറാഷ എന്ന വാചകത്തെ നിങ്ങൾക്കായി ഭൂമിയെ വിരിപ്പാക്കിയെന്നോ നിങ്ങൾക്കായി ഭൂമിയെ മെത്തയാക്കിയെന്നോ പരിഭാഷപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കായി ലക്കും എന്ന പ്രയോഗം ശ്രദ്ധിക്കുക. ഭൂമിയിൽ മനുഷ്യർക്കായി പടച്ചവൻ ഏർപ്പെടുത്തിയ അനുഗ്രഹത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് എന്നാണ് ഈ പ്രയോഗത്തിനർത്ഥം. തനിക്ക് വേണ്ടി വിധാനിക്കപ്പെട്ട ഒരു മെത്തയെപ്പോലെയോ വിരിക്കപ്പെട്ട ഒരു വിരിപ്പിനെ പോലെയോ ആണ് മനുഷ്യർക്ക് തങ്ങൾ ജീവിക്കുന്ന ഭൂമി അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അവൻ ജീവിക്കാനാവുന്നത്. ഭൗമോപരിതലവുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളിൽ
ഉരുണ്ട ഭൂമിയെയല്ല, വിധാനിക്കപ്പെട്ട ഭൂമിയെ തന്നെയാണ് നാം ഇന്നും പരിഗണിക്കുന്നത്. ഭൂമി എന്ന അർത്ഥത്തിലും ഭൂപ്രദേശമെന്ന അർത്ഥത്തിലും ഖുർആനിൽ തന്നെ അർള് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. റോമക്കാരെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ഈ അടുത്ത ഭൂപ്രദേശത്തിൽ വെച്ച്. 30-ാം അധ്യായത്തിലെ 1-2 സൂക്തങ്ങൾ. ഈ വചനങ്ങളിൽ ഭൂപ്രദേശത്തെപ്പറ്റി അർള് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യർക്കായി ഫിറാഷ് ആക്കിയിരിക്കുന്നത് ഭൂപ്രതലത്തെയാണ്. ഭൂഗോളത്തിന്റെ ആകൃതിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നതല്ല ഫിറാഷ് എന്ന പ്രയോഗം. ഭൂമിയുടെ ആകൃതിയോ ഭൗതികമായി മനുഷ്യർക്ക് കണ്ടെത്താനാകുന്ന ഭൗമ പ്രതിഭാസങ്ങളുടെ ശാസ്ത്രീയ അപഗ്രഥനമോ പഠിപ്പിക്കുകയല്ല ഖുർആനിന്റെ ദൗത്യം. പ്രാപഞ്ചിക വസ്തുക്കളിൽ മിക്കതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഗോളാകൃതിയിലാണ് എന്നതുകൊണ്ട് തന്നെ ഭൂമിയുടെ മാത്രം ഗോളാകൃതി എടുത്തു പറഞ്ഞ് അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് എന്ന് പ്രത്യേകമായി പറയുന്നതിൽ സാങ്കത്യമൊന്നുമില്ല. ഇവിടെ പറയുന്നത് ഭൂമിയിൽ മനുഷ്യർക്കായി നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. ഭൂമിയെ വിരിച്ചതും മെത്തയാക്കിയതും തന്നെയാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അവൻ ചെയ്ത പ്രധാനപ്പെട്ട അനുഗ്രഹം. അറിഞ്ഞിടത്തോളമുള്ള പ്രപഞ്ചത്തിൽ ഭൂമിയിൽ മാത്രമേ മനുഷ്യരടക്കമുള്ള ജീവികൾക്ക് സുഖകരമായി വസിക്കാനാവൂ. ജീവനുള്ള ഒരേയൊരു ഇടം. കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിൽ ജീവനുണ്ടാകണമെങ്കിൽ നിരവധി കാര്യങ്ങൾ വേണ്ടതുണ്ട്. അവയെല്ലാം ഒത്തുവന്നതായി ഭൂമിയെ മാത്രമാണ് ഇന്നേ വരെ നാം കണ്ടെത്തിയിരിക്കുന്നത്. നമ്മുടെ നക്ഷത്രമായ സൂര്യനടുത്ത് മറ്റു നക്ഷത്രങ്ങളൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവയുടെ ഗുരുത്വാകർഷണ വലിവുകളും ഗാമാ വികിരണ ചിതറലുകളും നക്ഷത്രമരണങ്ങളായ സൂപ്പർനോവകളിൽ നിന്നുണ്ടാവുന്ന ഊർജപ്രവാഹവുമെല്ലാം കൂടി ഭൂമിയെ ജീവനെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റാത്ത പരുവത്തിലാക്കുമായിരുന്നു. സൂര്യൻ ഇപ്പോഴുള്ളതിനേക്കാൾ ഭാരമോ കൂടുതൽ ഊഷ്മാവോ ഉണ്ടായിരുന്നെങ്കിൽ ജീവൻ നിലനിൽക്കാൻ പറ്റിയ ഭൂമിയെപ്പോലെ ഒരു ഗ്രഹത്തിന് സൗരയൂഥത്തിൽ സ്ഥാനമുണ്ടാകുമായിരുന്നില്ല. സൂര്യനിൽ നിന്ന് ഇപ്പോഴുള്ള അകലത്തിലായിരുന്നില്ല ഭൂമിയുടെ പരിക്രമണ പഥമെങ്കിൽ ഭൂമിയിൽ ജലത്തിന് ദ്രാവക രൂപത്തിൽ നിലനിൽക്കാൻ കഴിയുമായിരുന്നില്ല. ജലം ദ്രാവക രൂപത്തിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ ഇവിടെ ജീവൻ അസാധ്യമാകുമായിരുന്നു. ശാസ്ത്രജ്ഞർ ഗോൾഡിലോക്സ് മേഖല എന്ന് വിളിക്കുന്ന സൂര്യനിൽ നിന്ന് ഇപ്പോഴുള്ള അകലത്തിലല്ലായിരുന്നുവെങ്കിൽ ഭൂമി ഒന്നുകിൽ നെപ്റ്റ്യൂണിനെ പോലെ തണുത്തുറഞ്ഞ ഗ്രഹമോ അല്ലെങ്കിൽ ബുധനെ പോലെ ചുട്ടുപൊള്ളുന്ന ഗ്രഹമോ ആകുമായിരുന്നുവെന്ന്. അപ്പോഴും ജീവന് നിലനിൽക്കാൻ കഴിയുമായിരുന്നില്ല. അനിവാര്യമായ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാൽ സമ്പന്നമായ ഒരു കാമ്പ് ഭൂമിക്കില്ലായിരുന്നുവെങ്കിൽ സൂര്യനിൽ നിന്നുള്ള വൈദ്യുതകാന്തിക വികിരണങ്ങളുടെ സ്ഫോടനങ്ങൾ ഭൂമിയെ ജീവന് പറ്റാത്ത തരിശുനിലമാക്കി തീർക്കുമായിരുന്നു. ഭൗമവ്യാപ്തത്തിന്റെ 2% ചന്ദ്രൻ എന്ന ഒരു ഉപഗ്രഹം ഭൂമിക്കില്ലായിരുന്നുവെങ്കിൽ ചരിഞ്ഞ അച്ചുതണ്ടിൽ സൂര്യനെ ചുറ്റുമ്പോഴുണ്ടായേക്കാവുന്ന ആടിയുലയൽ കാരണം ഭൂമിയിൽ ജീവൻ സാധ്യമാകുമായിരുന്നില്ല. പ്രപഞ്ചമെന്ന അഗ്നിസാഗരത്തിന്റെ നടുവിൽ ജീവന് നിലനിൽക്കാൻ പറ്റിയ രൂപത്തിൽ വിരിച്ച മെത്ത തന്നെയാണ് ഭൂമി. ഈ അനുകൂലനങ്ങളെല്ലാം സൃഷ്ടിച്ച് ഭൂമിയെ മനുഷ്യർക്ക് പറ്റിയ മെത്തയാക്കി തന്നവനല്ലാതെ മറ്റാരാണ് നമ്മുടെ റബ്ബ്? അവനല്ലാതെ മറ്റാരാണ് ആരാധനകൾ അർഹിക്കുന്നത്? ആകാശമെന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന സമാ ഉണ്ടായിരിക്കുന്നത് സീൻ മീം വാവ് അക്ഷരത്രയത്തിൽ നിന്നാണ്. മുകളിലുള്ളത്, ഉന്നതമായത്, വിശിഷ്ടമായത്, ഉയരത്തിലുള്ളത് എന്നീ അർത്ഥങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന അക്ഷരത്രയമാണിത്. ഇതിൽ നിന്നുണ്ടായ ക്രിയയായ സമായുടെ അർത്ഥം ഉയർത്തുക, മുകളിലാവുക, ഉന്നതമാവുക, ഉയർന്നിരിക്കുക എന്നിങ്ങനെയാണ്. തലയ്ക്ക് മുകളിലുള്ള എന്തിനേയും കുറിച്ച് പറയാൻ സമാ എന്നുപയോഗിക്കാം. ഖുർആനിൽ തന്നെ മുകളിലൂടെയുള്ള പക്ഷികളുടെ പറക്കലിനെ പറ്റി ഫീ ജൗവിസ് സമാ അഥവാ ആകാശത്തിന് നടുവിലൂടെ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. സമാ, അതിന്റെ ബഹുവചനമായ സമാവാത്ത് എന്നീ പദങ്ങൾ മൊത്തത്തിൽ 310 തവണ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഉപരിലോകത്തെ അനുഗ്രഹങ്ങളെയും
അവിടെയുള്ള പ്രതിഭാസങ്ങളെയും ഉപരിയിലുള്ള അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെയും എല്ലാം പ്രതിപാദിക്കുന്ന വചനങ്ങളിലാണ് ഇങ്ങനെയുള്ള പ്രയോഗങ്ങളുള്ളത്. നാം കാണുന്ന നീലാകാശത്തെയാണ് ഈ വചനങ്ങളിൽ ഖുർആൻ ഉദ്ദേശിച്ചതെന്ന് കരുതാവുന്ന യാതൊന്നും തന്നെ പ്രസ്തുത ആയത്തുകളിലില്ല. നീലാകാശം ഒരു വസ്തുവായി നിലനിൽക്കുന്നില്ലെന്ന വസ്തുതയുടെ വെളിച്ചത്തിൽ ഖുർആനിലെ ആകാശപ്രയോഗങ്ങൾ അബദ്ധമാണെന്ന് വിമർശിക്കുന്നതിൽ അർത്ഥമില്ല. പ്രസ്തുത പ്രയോഗങ്ങളുടെ പൊതുവായ വിവക്ഷ മുകളിലുള്ളത് എന്നാണെന്ന് അവ വായിച്ചാൽ ബോധ്യമാകും. ആകാശത്തുള്ള നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും പറവകളെയും എല്ലാം പറയുമ്പോൾ അവ നമ്മുടെ ഉപരിലോകത്താണെന്ന സാമാന്യ വസ്തുതയ്ക്കപ്പുറം യാതൊന്നും തന്നെ ഖുർആൻ വെളിപ്പെടുത്തുന്നില്ല. ഭൂമിയെ മെത്തയാക്കിയതോടൊപ്പം തന്നെ മാനത്തെ മേൽക്കൂരയാക്കിയവനാണ് റബ്ബ്. അതാണ് മനുഷ്യർക്ക് അവൻ നൽകിയ അടുത്ത അനുഗ്രഹം. 78% നൈട്രജനും 21% ഓക്സിജനും 1% നീരാവിയും കാർബൺ ഡൈ ഓക്സൈഡും അടക്കമുള്ള മറ്റു വാതകങ്ങളും അടങ്ങുന്ന ഭൂമിയുടെ അന്തരീക്ഷമാണ് മനുഷ്യരടക്കമുള്ള ജീവികൾക്ക് ഇവിടെ ജീവിക്കുവാനുള്ള സാഹചര്യമൊരുക്കുന്ന നിരവധി കാര്യങ്ങളിലൊന്ന്. ഭൗമാന്തരീക്ഷത്തിന്റെ രണ്ടാമത്തെ പാളിയായ സ്ട്രാറ്റോസ്ഫിയറിന്റെ ഭാഗമായ ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്ററുകൾക്ക് മുകളിലുള്ള ഓസോൺ പാളിയാണ് സൂര്യനിൽ നിന്നെത്തുന്ന മാരകമായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് നമ്മെ സംരക്ഷിച്ചു നിർത്തുന്നത്. അതില്ലായിരുന്നുവെങ്കിൽ ഭൂമിയിൽ ജീവൻ സാധ്യമാകുമായിരുന്നില്ല. ധൂമകേതുക്കളിൽ നിന്നും ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും തെറിച്ചു വീഴുന്ന ഉൽക്കകൾ ഭൗമോപരിതലത്തിലേക്ക് പതിക്കാതിരിക്കുന്നതിനായി അവയെ ഘർഷണത്തിലൂടെ കത്തിച്ചു കളഞ്ഞ് കൊള്ളിമീനുകളാക്കി തീർക്കുന്ന നമ്മിൽ നിന്ന് 50 കിലോമീറ്റർ മുകളിലുള്ള അന്തരീക്ഷത്തിന്റെ മൂന്നാമത്തെ പാളിയായ മിസോസ്ഫിയർ ഇല്ലായിരുന്നുവെങ്കിൽ ഉൽക്കാനിപാതത്താൽ ജീവിക്കാനാവാത്ത ഗ്രഹമായി ഭൂമി മാറുമായിരുന്നു. ഓരോ ദിവസവും ഇവിടെ എത്തുന്ന 2.5 കോടി ഉൽക്കകളെയാണ് ഭൗമാന്തരീക്ഷം നശിപ്പിക്കുന്നത് എന്ന സത്യമറിയുമ്പോൾ മാനത്തെ മേൽക്കൂരയാക്കിയ അള്ളാഹുവിന്റെ അനുഗ്രഹം ശരിക്കും ബോധ്യപ്പെടും. ഒപ്പം തന്നെ നിങ്ങൾക്കായി മാനത്തെ മേൽക്കൂരയുമാക്കുകയും ചെയ്തവൻ എന്ന ഖുർആൻ പ്രയോഗത്തിന്റെ കൃത്യതയും നമുക്ക് മനസ്സിലാവും. ആകാശത്ത് നിന്നിറക്കുന്ന ജലകണങ്ങളാണ് നാഥൻ നമുക്ക് നൽകിയതായി ഈ സൂക്തത്തിൽ പറയുന്ന മൂന്നാമത്തെ അനുഗ്രഹം. മഴയില്ലെങ്കിൽ ഭൂമിയിൽ ജീവനില്ല. നമ്മുടെ കാലാവസ്ഥയിലെ ജീവൻ നിലനിൽക്കുന്നതിന് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഭാസം ഏതാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മഴ എന്നാണ്. ജലചക്രത്തിന്റെ അവസാനത്തെ ഘട്ടമായ മഴയില്ലായിരുന്നുവെങ്കിൽ സമുദ്രങ്ങളും നദികളും തടാകങ്ങളുമെല്ലാം വറ്റുകയും ദാഹജലം ലഭിക്കാതെ ജീവികൾ ചത്തൊടുങ്ങുകയും ചെയ്യുമായിരുന്നു. സമുദ്രജലം ബാഷ്പീകരിക്കപ്പെടുന്നു. അത് അന്തരീക്ഷത്തിലൂടെ മുകളിലേക്ക് പോയി തണുക്കുകയും അവിടെയുള്ള പൊടിപടലങ്ങളുമായി ചേർന്ന് സാന്ദ്രീകരിക്കപ്പെട്ട് മേഘങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. മേഘങ്ങൾ പൂരിതമാകുമ്പോൾ അവയിൽ നിന്ന് ജലമുണ്ടായി താഴേക്ക് പതിക്കുന്നു. സമുദ്രജലത്തിൽ തുടങ്ങി മഴയിൽ അവസാനിക്കുന്ന ജലചക്രത്തിന്റെ ഒരു ചെറിയ ചിത്രമാണിത്. മഴയില്ലെങ്കിൽ ഭൂമിയിൽ വെള്ളമില്ല. വെള്ളമില്ലെങ്കിൽ സസ്യങ്ങളില്ല. സസ്യങ്ങളില്ലെങ്കിൽ മനുഷ്യനോ മറ്റു ജന്തുക്കളോ ഒന്നുമില്ല. ഭൂമിയെ മെത്തയാക്കുകയും ആകാശത്ത് നിന്ന് മഴ ഇറക്കിത്തരികയും ചെയ്തുകൊണ്ട് ഇവിടെ ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയ നാഥൻ എത്ര വലിയ അനുഗ്രഹമാണ് മനുഷ്യർക്ക് ചെയ്തിരിക്കുന്നത്. സമറിന്റെ ബഹുവചനമായ സമറാത്ത് പൊതുവായി സസ്യങ്ങളിൽ നിന്നുണ്ടാവുന്ന ഫലങ്ങൾ എന്ന അർത്ഥത്തിലാണ് പ്രയോഗിക്കാറുള്ളതെങ്കിലും എല്ലാ കായ്കനികളെയും ഇങ്ങനെ വിളിക്കാറുണ്ട്. മരത്തിൽ നിന്ന് കായുണ്ടാവുക എന്ന അർത്ഥത്തിലാണ് അസ്മറ എന്ന ക്രിയ ഉപയോഗിക്കാറുള്ളത്. ഖുർആൻ ഈ ക്രിയ ഉപയോഗിച്ച 2 സ്ഥലങ്ങളിലും 6-ാം അധ്യായത്തിലെ 99-ാമത് സൂക്തത്തിലും 6-ാം അധ്യായത്തിലെ 141-ാം സൂക്തത്തിലും ഒലിവിനെയും മാതളത്തെയും മുന്തിരിയെയും മറ്റ് കൃഷികളെയുമെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് അങ്ങനെ പ്രയോഗിച്ചതെന്ന് കാണാൻ കഴിയും. സ മീം റാ ത്രയാക്ഷരങ്ങളിൽ നിന്നുണ്ടായ പദങ്ങൾ പ്രയോഗിച്ച 24-ൽ മിക്കവയിലും സസ്യജന്യമായ കായ്കനികളെയാണ് ഖുർആൻ അർത്ഥമാക്കുന്നത്. ജലം മൂലമുണ്ടാകുന്ന ഭൗമ പ്രതിഭാസങ്ങളിൽ മനുഷ്യർക്ക് ഏറെ ഉപകാരപ്രദവും
ആരും പെട്ടെന്ന് ശ്രദ്ധിക്കുന്നതുമായ അനുഗ്രഹമാണ് ചെടികളിലുണ്ടാവുന്ന കായ്കനികൾ. സ്വാദിഷ്ടവും ആകർഷകവുമായ ഫലങ്ങൾ, ആസ്വാദകരമായ എത്രയെത്ര രുചികൾ, ആകർഷകമായ എത്രയെത്ര നിറങ്ങൾ എല്ലാം ഉണ്ടാകുന്നതിന് അടിസ്ഥാന നിമിത്തമായ വെള്ളത്തിന് നിറവുമില്ല, രുചിയുമില്ല. എത്ര അത്ഭുതകരമാണ് റബ്ബിന്റെ സൃഷ്ടി വൈഭവം! ഓരോന്നിലും മനുഷ്യർക്ക് ആവശ്യമായ വ്യത്യസ്ത പോഷകങ്ങൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ, വിശപ്പ് മാറ്റുവാൻ മാത്രമല്ല രോഗപ്രതിരോധത്തിനും പറ്റുന്നതാണ് ഫലങ്ങൾ. വിറ്റാമിനുകൾ സി, B6, E എന്നിവ ധാരാളമുള്ള പഴങ്ങളും പച്ചക്കറികളുമെല്ലാം പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതാണ്. നാരങ്ങ, ചെറുനാരങ്ങ, പേരയ്ക്ക, ചെറുമധുര നാരങ്ങ, മധുര മത്തങ്ങ, തക്കാളി, വെണ്ണപ്പഴം, കിവി, സ്ട്രോബെറി തുടങ്ങിയ പഴങ്ങളും, നെല്ലിക്ക, പച്ചമുളക്, ചീരകൾ, വെണ്ടയ്ക്ക, പച്ചപ്പയർ, ബ്രോക്കോളി, കോളിഫ്ലവർ, കാപ്സിക്കം എന്നീ പച്ചക്കറികളും വിറ്റാമിൻ സി ധാരാളമായി ഉള്ളവയാണ്. ഉരുളക്കിഴങ്ങ്, ബീൻസ് എന്നിവയിൽ വിറ്റാമിൻ B6 ധാരാളമുണ്ട്. വെണ്ണപ്പഴം, നിലക്കടല, ബദാം എന്നിവയിലുള്ള വിറ്റാമിൻ ഇയും പ്രതിരോധ വ്യവസ്ഥയെ ശാക്തീകരിക്കുന്നതാണ്. എല്ലാം ഉണ്ടാകുന്നത് യാതൊരു വിറ്റാമിനുകളുമില്ലാത്ത വെള്ളത്തിൽ നിന്ന്. അള്ളാഹുവിൻ്റെ സർഗവൈഭവം! നമ്മുടെ ശാരീരിക അവയവങ്ങളും ചില ഫലങ്ങളുടെയും പച്ചക്കറികളുടെയും രൂപവും തമ്മിലുള്ള സാമ്യം അത്ഭുതപ്പെടുത്തുന്നതാണ്. ഛേദിച്ചാൽ കണ്ണിന്റെ കൃഷ്ണമണിയുടെ രൂപം തോന്നിക്കുന്ന കാരറ്റ് കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. കാഴ്ചയിൽ തലച്ചോറ് പോലെ തോന്നിക്കുന്ന വാൾനട്ട്, മസ്തിഷ്കത്തിന്റെയും നെടുക ഛേദിച്ചാൽ ഗർഭാശയത്തെ പോലെ തോന്നിക്കുന്ന വെണ്ണപ്പഴം ഗർഭാശയത്തിന്റെയും, ഛേദിച്ചാൽ സ്തനത്തിനകത്തെ ലൊബ്യൂളുകളെ പോലെ തോന്നിക്കുന്ന ചെറുമധുര നാരങ്ങ മുലകളുടെയും, ഛേദിച്ചാൽ ഹൃദയത്തിന്റെ ഛേദത്തെ പോലെ തോന്നിക്കുന്ന തക്കാളി ഹൃദയത്തിന്റെയും, ആമാശയത്തെ പോലെ തോന്നിക്കുന്ന ഇഞ്ചി ആമാശയത്തിന്റെയും എല്ലാം ആരോഗ്യത്തിന് നല്ലതാണെന്ന സത്യം അത്ഭുതപ്പെടുത്തുന്നതാണ്. എന്താണ് ഈ പാരസ്പര്യത്തിന് കാരണം? റബ്ബിന്റെ സൃഷ്ടി വൈഭവം എന്നല്ലാതെയുള്ള ഉത്തരങ്ങളൊന്നുമില്ല. ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഖുർആൻ രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയാണ് ഈ വചനത്തിൽ. നാടോടികളായ മരുഭൂനിവാസികൾക്ക് എത്തിയിടത്ത് കയ്യിലുള്ള വിരിപ്പ് വിരിച്ച് കിടക്കാൻ കഴിയുന്ന തറ, മുകളിലേക്ക് നോക്കുമ്പോൾ തങ്ങൾക്ക് മുകളിൽ മേൽക്കൂരയായ ആകാശം, ആകാശത്ത് നിന്ന് പെയ്തു വീഴുന്ന മഴ, അതുമൂലം വളരുന്ന സസ്യലതാദികളും അവയിൽ നിന്നുണ്ടാവുന്ന ഫലങ്ങളും എല്ലാം ആരാണ് ഒരുക്കിയത് എന്ന ചോദ്യത്തിനുള്ള മരുഭൂവാസിയുടെ ഉത്തരം തങ്ങളുടെ ആരാധ്യന്മാർ ആരെങ്കിലുമാണെന്നല്ല, നാഥനായ അള്ളാഹുവാണെന്നാണ്. പ്രപഞ്ചത്തെയും ഭൂമിയെയും ജലവിജ്ഞാനീയത്തെയും സസ്യശാസ്ത്രത്തെയും എല്ലാം കുറിച്ച് പഠിക്കുന്ന ഇക്കാലത്തെ മനുഷ്യർക്കും മറ്റൊരുത്തരവും പറയാനില്ല. അവരിൽ ആൾ ദൈവങ്ങളെയും വിഗ്രഹങ്ങളെയും പുണ്യപുരുഷന്മാരെയും എല്ലാം ആരാധിക്കുന്നവരുണ്ടാവാം. എന്നാൽ ഭൂമിയും ഉപരിലോകവും സംവിധാനിച്ചതും മഴ നൽകുന്നതും സസ്യലതാദികൾ മുളപ്പിക്കുന്നതും ഫലമൂലാദികളെ ഉൽപ്പാദിപ്പിക്കുന്നതുമെല്ലാം ലോകത്തിന്റെ നാഥൻ തന്നെയാണെന്ന് അവരും സമ്മതിക്കും. 22-ാം വചനത്തിന്റെ അവസാനം പറയുന്ന നിങ്ങൾക്ക് അറിയാവുന്നതുമാണിത് വഅൻതും തഅലമൂൻ എന്ന പരാമർശം അന്നും ഇന്നും ഒരേപോലെ പ്രസക്തമാണെന്നർത്ഥം. നിങ്ങളെ സൃഷ്ടിച്ചത് നാഥൻ, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ചതും അവൻ, ഭൂമിയിൽ ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയതും ആകാശത്തെ ജീവജാലങ്ങളെ സംരക്ഷിക്കുന്ന മേൽക്കൂരയാക്കിയതും മഴ നൽകുന്നതും സസ്യലതാദികളെയും ഫലമൂലാദികളെയും ഉൽപ്പാദിച്ച് തരുന്നതുമെല്ലാം നാഥൻ തന്നെ. ഇതെല്ലാം നിങ്ങൾക്കറിയാം. അവനോടൊപ്പം ആർക്കും ഇതിലൊന്നും യാതൊരു പങ്കുമില്ലെന്നും നിങ്ങൾക്കറിയാം. അതിനാൽ നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്. മുഴുവൻ മനുഷ്യരോടുമുള്ള ഖുർആനിന്റെ കൽപ്പനയാണിത്. മറ്റൊരാളെയും അള്ളാഹുവിന് തുല്യമായി കാണരുത്. അവന് നൽകേണ്ട ആരാധന മറ്റാർക്കും നൽകരുത്. അവന്റെ സവിശേഷതകൾ മറ്റാരിലും ആരോപിക്കരുത്. ആർക്കും സ്വീകരിക്കാവുന്ന കൽപ്പന. മനുഷ്യരെ വിളിച്ചുകൊണ്ട് ഖുർആൻ ആവശ്യപ്പെടുന്ന ആദ്യത്തെ ഉപദേശം തികച്ചും മാനവികമായ നിർദ്ദേശം. ഖുർആനിലെ ഒന്നാമത്തെ കൽപ്പനയാണ്
21, 22 വചനങ്ങളിലായി വിശദീകരിച്ചിരിക്കുന്നത്. ഈ കൽപ്പന നാഥനും ദാസനും തമ്മിൽ ഉണ്ടാകേണ്ട ബന്ധത്തെ കൃത്യമായി നിർവചിക്കുന്നുണ്ട്. അള്ളാഹുവിനെ സൃഷ്ടാവും രക്ഷിതാവുമായി അംഗീകരിക്കണമെന്ന് ഈ വചനങ്ങൾ പഠിപ്പിക്കുന്നു. അവന്റെ സവിശേഷതകളൊന്നും മറ്റുള്ളവർക്ക് ആരോപിക്കരുതെന്ന് അവ നിർദ്ദേശിക്കുന്നു. അവനാണ് ആരാധനകൾ അർഹിക്കുന്നതെന്നതിനാൽ അവനെയാണ് ആരാധിക്കേണ്ടതെന്നുമുള്ള നിഷ്കർഷയും അവ ഉൾക്കൊള്ളുന്നു. ഇസ്ലാമിന്റെ അടിത്തറയായ ഏകദൈവ വിശ്വാസം അഥവാ തൗഹീദിന്റെ 3 വശങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ഈ വചനങ്ങൾ. രക്ഷാകർതൃത്വത്തിലുള്ള ഏകത്വവും, ആരാധ്യതയിലുള്ള ഏകത്വവും, നാമഗുണവിശേഷണങ്ങളിലുള്ള ഏകത്വവും ഈ വചനങ്ങളിലുണ്ട്. നാഥനെ ആരാധിക്കുക എന്ന് നിർദ്ദേശിക്കുന്ന തുടക്കം ആരാധ്യതയിലുള്ള ഏകത്വത്തെയും സ്രഷ്ടാവ് സംരക്ഷകൻ എന്ന നിലയിൽ അവനെ പരിചയപ്പെടുത്തുന്ന മധ്യഭാഗം രക്ഷാകർതൃത്വത്തിലുള്ള ഏകത്വത്തെയും അവന് സമന്മാരെയുണ്ടാക്കരുത് എന്ന് നിഷ്കർഷിക്കുന്ന അവസാനം നാമഗുണവിശേഷണങ്ങളിലുള്ള ഏകത്വത്തെയും അടയാളപ്പെടുത്തുന്നു. ഖുർആനിലെ 1-ാമത്തെ കൽപ്പന തന്നെ തൗഹീദാണെന്ന വസ്തുത അതിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നുണ്ട്. തൗഹീദ് ഉൾക്കൊള്ളാതെ ഒരാൾക്കും യഥാർത്ഥ ദൈവഭക്തിയുള്ളവരായി ജീവിക്കാനാവുകയില്ലെന്ന സന്ദേശവും ഈ വചനങ്ങൾ നൽകുന്നു. അഥവാ ഖുർആനിന്റെ വീക്ഷണത്തിൽ മതം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് തൗഹീദിലാണ്. അതിന്റെ തത്വങ്ങൾ മാത്രമല്ല, പ്രായോഗിക നിർദ്ദേശങ്ങളും തൗഹീദിൽ അധിഷ്ഠിതമാണ്. മുത്തഖിയാവുക എന്നതാണ് മതം. അതിന് തൗഹീദില്ലാതെ കഴിയുകയില്ല.